ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന് എഴുതിയ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം 2-ാം ഭാഗം. ന്യായാധിപന്മാരെ ഭോഷന്മാരാക്കുന്നു എന്ന വാക്കാണ്. ദേശത്ത് രാജ്യത്ത് ഒക്കെ ശക്തമായ ഭരണം കാഴ്ചവെച്ച രാജാക്കന്മാരും നീതി വിധിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ന്യായാധിപന്മാരായ ആളുകളെയുമൊക്കെ അവരെ ഭോഷന്മാരാക്കി തീർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെയും ഓർപ്പിച്ചിട്ടുള്ളത്. ചില ന്യായാധിപന്മാരും രാജാക്കന്മാരുമൊക്കെ അവരുടെ കഴിവുകളിലും അവരുടെ അധികാരങ്ങളിലും അവരുടെ പദവികളിലുമൊക്കെ ആഴമായി അഹങ്കരിക്കുകയും എൻ്റെ ജീവിതത്തിനകത്ത് എവിടെയും ഒരു പരാജയം സംഭവിക്കപ്പെടുകയില്ലെന്നും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ വിധികളുമാണ് കൃത്യമെന്നും പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പരിശ്രമിക്കുന്നവരുണ്ട് എന്ന് ഇയ്യോബ് ഓർപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ബെൽശസ്സർ എന്ന് പറയുന്നതായ രാജാവ് തൻ്റെ പിതാവിന് പകരം രാജാവായിത്തീരുകയും ആ സിംഹാസനത്തിലേക്ക് താൻ കടന്നു വരുമ്പോൾ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടു വന്നിട്ടുള്ള ആലയം വക പൊൻവെള്ളി പാത്രങ്ങൾക്കകത്ത് വീഞ്ഞു പകർന്ന് കുടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. തൽക്ഷണത്തിൽ ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൽ വെള്ളമേൽ ഒരെഴുത്ത് എഴുതുവാനിടയായിത്തീർന്നു. ആ എഴുത്ത് കണ്ട ബെൽശസ്സർ രാജാവ് തൻ്റെ മുഖഭാവം മാറുകയും അവൻ വിചാരങ്ങളാൽ പരവശനായിത്തീരുകയും അരയുടെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോകുവാനും രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയും മുൻപിലുള്ള ജനത്തെ വിളിച്ചുകൂട്ടുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ കാണുവാൻ കഴിയുകയാണ്. അധികാരത്തിൻ്റെയും പദവിയുടെയും ഒക്കെ അഹങ്കാരവും അഹന്തയും തലയിൽ പിടിച്ച് അരുതാത്തത് ചെയ്യുമ്പോഴും ഞാനാണ് ശ്രേഷ്ഠനെന്ന് ചിന്തിച്ചതായ ബെൽശസ്സറിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ തന്നേക്കാൾ അധികാരമുള്ളവൻ തന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നോർമ്മപ്പെടുത്തുകയാണ്. 30-31 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായി ബെൽശസ്സർ കൊല്ലപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അധികാരസ്ഥന്മാരെ അധികാരത്തിൻ്റെ അഹങ്കാരം തലയിൽ പേറുമ്പോൾ അവരെ താഴിറക്കുന്നൊരു ദൈവമുണ്ടെന്ന് മറന്നുപോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകല അധികാരങ്ങളും ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവത്തിൻ്റെ മുൻപിൽ നാം ഒന്നുമില്ലെന്ന് സമ്മതിച്ചുകൊണ്ട്
താഴ്മയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എങ്കിൽ ദൈവം നമ്മെ മാനിപ്പാനിടയാകും. ആ തലത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്കുള്ള പദവികളിലോ ഞങ്ങൾക്കുള്ള ഉദവികളിലോ ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിലോ നന്മകളിലോ ഒന്നും പ്രശംസിച്ച് അഹങ്കാരമുള്ളവരായി ഞങ്ങൾ തകർന്നു പോകാനിടയാകാതെ നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ തീരേണ്ടതിന് ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.